ഈ വേടനെ വേട്ടയാടുന്നത് നിങ്ങളുടെ സർക്കാരാണ്, അല്ലാതെ ശശികലയോ എൻ.ആർ. മധുവോ സംഘപരിവാറോ അല്ല എന്നൊരു വേർഷനാണ് ശ്രീ മിഥുൻ മുമ്പോട്ട് വെച്ചത്. ഒന്ന്. രണ്ട്, പണ്ടെങ്ങോ സംഭവിച്ചു പോയതിൻ്റെ ആവർത്തനം പറഞ്ഞ് ഇവിടെ ജാതീയമായ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനാണ് വേടൻ മുതിരുന്നത്. അതാണ് അതിലെ സോഷ്യോളജിക്കൽ വിമർശനം. രണ്ടിനും മറുപടി പറയാം. ഡോക്ടർ ഷിജു ഖാൻ. മലയാളിയുടെ ജനകീയ സംഗീത ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ വേടൻ എന്ന് അറിയപ്പെടുന്ന കലാകാരൻ. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും പ്രത്യേകിച്ച് ജനകീയ സംഗീതത്തിൻ്റെ ചരിത്രത്തിലും വലിയ സ്ഥാനം ഇതിനോടകം അദ്ദേഹം നേടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച ചില വിവാദങ്ങളിലേക്ക് കടക്കുന്നതിനു പകരം എന്തുകൊണ്ടാണ് ഇത്രമാത്രം എൻ.ആർ. മധുവിനെയും അതോടൊപ്പം ശശികലയെയും പോലുള്ളവരെ വേടൻ്റെ സാന്നിധ്യം അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രണ്ടുപേരുടെയും പ്രസംഗങ്ങളിലെ വരികൾ പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത വലത് നിരീക്ഷകനായ വ്യക്തി തന്നെയും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടോ അഡ്മിറ്റ് ചെയ്തുകൊണ്ടോ അല്ല സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് അവരുടെ അഭിപ്രായം പറയാനുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞെങ്കിലും പൂർണ്ണമായും ആ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെയും പ്രതികരണം. എന്തിനാണ് നിങ്ങളൊരു കലാകാരനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും ആ കലാകാരൻ്റെ സാമൂഹ്യ ഇടപെടലിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. അത് വ്യക്തിപരമല്ല, ആ ആക്ഷേപം വ്യക്തിപരമല്ല, അതിനൊരു സാമൂഹികമായ തലമുണ്ട്. ആ സാമൂഹിക തലമാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം സംഘപരിവാറിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ളത്. വേടൻ്റെ സംഗീതവും ആ വരികളും ലോകപ്രസിദ്ധി ആർജിച്ച മ്യൂസിക്കിൻ്റെ തുടർച്ചയാണ്. പ്രത്യേകിച്ചും ആഫ്രോ അമേരിക്കൻ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമായി തിരസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രഖ്യാപനമാണ്, തിരിച്ചുവരവിൻ്റെ പ്രഖ്യാപനമാണ്, മുന്നേറ്റത്തിൻ്റെ പ്രഖ്യാപനമാണ്, ദ്രുത സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള വരികളുടെ രാഷ്ട്രീയമാണ് വേടൻ ഇന്ന് മലയാളിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാശ്ചാത്യ ലോകത്തും അതോടൊപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുമെല്ലാം തിരസ്കരിക്കപ്പെടുന്ന, നിരന്തരം തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യർ ഞങ്ങൾ പുറകോട്ട് പോകാൻ തയ്യാറല്ല, ഞങ്ങൾ കലയിലൂടെ, സംഗീതത്തിലൂടെ, പാട്ടിലൂടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, ഞങ്ങളുടെ കവിതകളും ഞങ്ങളുടെ പാട്ടുകളും നിങ്ങളുടെ ചെവികളെ പിന്നീട് സുഖിപ്പിക്കാനല്ല, ഞങ്ങളുടെ സംഗീതം നിങ്ങൾക്ക് സുഖം പകരാനല്ല, ഞങ്ങളുടെ സംഗീതം അനീതിക്കെതിരായ അസ്വസ്ഥപ്പെടുത്തലായിരിക്കും എന്നാണ് അത്തരം സംഗീതധാര ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേടൻ്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അത് ഭൂമി ഞാൻ വാഴുന്നിടം പോലുള്ള വരികൾ, അതിലെ വരികളായാലും അതോടൊപ്പം വോയിസ്ലെസ് പോലുള്ള ഗാനങ്ങളിലെ വരികളായാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലവിധ വേട്ടയാടലുകൾക്കും വിധേയരായി മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പതിറ്റാണ്ടുകളായി പലവിധ വിവേചനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ നിലവിളി മുതൽ ലോകത്തോട്, ലോകത്തിൻ്റെ പ്രശ്നങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമകാലികമായ വളരെ ശക്തമായ വരികൾ നമുക്കതിൽ കാണാൻ സാധിക്കും. നിരന്തരം വേട്ടയാടപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന പീഡിത മനുഷ്യൻ്റെ ഗർജനമുണ്ട്. പീഡിത മനുഷ്യൻ്റെ വിലാപമെന്നല്ല നാം വിളിക്കേണ്ടത്, പീഡിത മനുഷ്യൻ്റെ മർമ്മരമെന്നല്ല നാം വിളിക്കേണ്ടത്, പീഡിത മനുഷ്യൻ്റെ തിരിച്ചുവരവിൻ്റെ ഗർജനമുണ്ട്. ആ ഗർജനം എൻ.ആർ. മധുവിനെ പോലുള്ളവരെ അസ്വസ്ഥപ്പെടുത്തും.
ശശികലയെ പോലുള്ളവരെ അസ്വസ്ഥപ്പെടുത്തും. അതാണ് ഞാൻ പറഞ്ഞത്. ആഫ്രിക്കൻ പിന്നെ ആഫ്രോ അമേരിക്കൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെവികളെ സുഖിപ്പിക്കാനുള്ളതല്ല. വേടന്റെ വരികളും കവിതകളും ആ കവിതകൾക്കുള്ളിൽ അദ്ദേഹം നടത്തുന്ന സംഭാഷണങ്ങളും തീർച്ചയായും ആരെയും സുഖിപ്പിക്കുകയല്ല, അത് അനീതിയോടുള്ള കലഹമാണ്. പലസ്തീനെ കുറിച്ച് പറയുമ്പോൾ സംഘപരിവാറിന് അതത്ര രസിക്കില്ല. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എന്ന് മാത്രമല്ല, പല വിധത്തിലും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ, ദളിതരെ, പീഡിത മനുഷ്യരെ, അപരവൽക്കരിക്കപ്പെടുന്നവരെ, അവരെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ന് വേടൻ മുന്നോട്ട് വെക്കുന്ന ജനകീയ സംഗീതം മുന്നോട്ട് തന്നെ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പൊയ്കയിൽ അപ്പച്ചന്റെ വരികൾ, കുമാര ഗുരുദേവന്റെ വരികൾ ശ്രീ വേടൻ തന്റെ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കെട്ടകാലത്ത് പൊയ്കയിൽ കുമാര ഗുരുദേവനെ ഓർമ്മിക്കുന്നവരെ വേടൻ അഭിനന്ദിക്കുകയാണ്. ആ വരികൾ നമ്മളുടെ ചെവികളെ രസിപ്പിക്കുകയല്ല, അനീതിയുടെ നെഞ്ചിൻ കൂട് തകർക്കുകയാണ് അതിലെ വരികൾ. ജാതിയുടെ ഭീകരത അത് ഏറ്റുവാങ്ങിയ മനുഷ്യർ, വേട്ടയാടപ്പെട്ട ദളിതർ, പിന്നോക്കക്കാരൻ, ആദിവാസി, പല കാലങ്ങളിലായി ഈ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിക്കൊള്ളണം. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ സാന്നിധ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. RSSന്റെ പ്രകടനങ്ങളോ അവരുടെ പ്രത്യക്ഷമായ പ്രതികരണങ്ങളോ മാത്രമല്ല, അബോധത്തിലാണ്ടിരിക്കുന്ന ജാതിബോധം, ആ ജാതിബോധത്തിനെതിരായ ശക്തമായ പ്രതികരണം വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനകീയ സംഗീതത്തെ പിടിച്ചു കെട്ടാൻ ഈ മധുവിനെ പോലെ, ഈ ശശികലയെ പോലുള്ളവരുടെ കോമാളിത്ത പ്രഭാഷണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. സംഗീതം പഠിക്കണം, സാഹിത്യം പഠിക്കണം, പീഡിത മനുഷ്യന്റെ ഗർജനം ആ വരികളിലുണ്ട്.